ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണത്തിൽ ഡൊണാൾഡ് ട്രംപിന് അതൃപ്തി. ഇറാന്റെ നടപടി മോശമെന്നും അപമാനകരവുമെന്നും US പ്രസിഡന്റ് പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ഇതായിരുന്നില്ല എന്നും ട്രംപ് പറയുന്നു. അതേസമയം ലെബനനുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് നെതന്യാഹു അറിയിച്ചു. ചർച്ചകൾക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മധ്യസ്ഥത വഹിക്കും. അനുപമ ശ്രീദേവി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുപമ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഹോർമൂസിന്റെ കാര്യത്തിൽ ധാരണയിലെത്തിയിരുന്നു നേരത്തെ US-ഉം അതേപോലെ തന്നെ ഇറാനും തമ്മിൽ. പക്ഷേ പിന്നീട് ഈ ഇറാൻ അവരുടെ തന്നെ മുൻ നിലപാട് എന്താണോ അതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ US പ്രസിഡന്റ് അതൃപ്തിക്ക് കാരണമായ കാര്യങ്ങൾ വേണം. അതിനൊപ്പമാണ് ഈ ലെബനോനിലെ ഇസ്രായേലിന്റെ നടപടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരൊറ്റ രാത്രി തന്നെ 100-300 പേർക്ക് ജീവൻ നഷ്ടമായി പോയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് നെതന്യാഹു പറയുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്നതുമാണ്. അപ്പം ആ ഒരു അപ്ഡേറ്റ് കൂടി. സേതു ഈ പറയുന്നത് പോലെ ഈ പ്രധാനമായിട്ടും ഈ ഹോർമൂസ് കടലിടുക്കുകയാണ് ഇപ്പോൾ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള പ്രധാന വ്യവസ്ഥ, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരിക്കുന്ന ഒരു പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് ഇസ്ലാമാബാദിൽ ചർച്ചകൾ ആരംഭിക്കാനിരിക്കുക ആദ്യ ദിനമാണ് ഇന്ന് ചർച്ചകളുടേതെന്ന് പറയുന്നത്. ഇറാൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഹോർമൂസിനെ സംബന്ധിച്ച് ഉള്ള ഒരു തർക്കം വീണ്ടും ഉടലെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ചർച്ചകളെയും അല്ലെങ്കിൽ ഈ ഒരു താൽക്കാലിക രണ്ടാഴ്ചത്തെ വെടിനിർത്തലിനെ തന്നെ ബാധിക്കുന്ന ഒരു തർക്കമായി വളരാനുള്ള വലിയ സാധ്യതയും ആശങ്കയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി എന്ന് വെച്ചാൽ ഈ ലെബനനിലെ ഇസ്രയേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ നിയന്ത്രണം കടുപ്പിച്ചുകൊണ്ട്, ഹോർമൂസിനുള്ള നിയന്ത്രണം കടുപ്പിച്ചുകൊണ്ട് ഇപ്പോഴും സമ്മർദ്ദം ചെലുത്താനുള്ളൊരു തങ്ങളുടെ കൈവശം ഒരു ആയുധമായി ഇപ്പോഴും ഹോർമൂസ് ഉണ്ടെന്നുള്ളൊരു സമ്മർദ്ദം നിലനിർത്താനുള്ള ശ്രമമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ നടപടി എന്ന് പറയുന്നത് 15 കപ്പലുകൾ മാത്രമേ ഒരു ദിവസം ഹോർമൂസിലൂടെ കടത്തി വിടുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ്. നേരത്തെ ഈ ഒരു സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഏകദേശം 140-ലധികം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഈ കടലിടുക്കിലൂടെ. അതായത് 90% ചരക്ക് ഗതാഗതത്തെയും ഇപ്പോഴും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള, നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഇറാൻ എത്തി നിൽക്കുന്നത്. ഇതിനെതിരെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു നടപടി, നിയന്ത്രണം എന്നുള്ള രീതിയിലൊരു നടപടി അല്ലെങ്കിൽ സമ്മർദ്ദത്തിനുള്ള ഒരു നടപടി ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അത് ഇറാനും അമേരിക്കയുമായുള്ള ഇപ്പോഴുള്ള ധാരണ അങ്ങനെയല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിന് തൊട്ട് മുൻപുള്ള മറ്റൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഈ ടോൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇറാനെതിരെ മറ്റൊരു വിമർശനം ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ വലിയ കപ്പലുകൾക്ക്, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന വലിയ കപ്പലുകൾക്ക് 1 മില്യൺ മുതൽ 2 മില്യൺ വരെ ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇസ്ലാമാബാദിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചർച്ചകളിൽ തന്നെ ഇതുള്ളതാണ്. അതുപോലെ തന്നെ ലെബനനിൽ ചെയ്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറാൻ സംഘർഷം ആരംഭിച്ചതിനുള്ള ശേഷമുള്ള ആകെയുള്ള മരണസംഖ്യ എടുക്കുകയാണെങ്കിൽ അത് 1800-ന് മുകളിലാണ്. 130 കുട്ടികളുണ്ട്. അതിൽ ഈ വെടിനിർത്തൽ, ഇറാനിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ വെടിനിർത്തലിന് ശേഷം മാത്രം 303 കുട്ടികളാണ്, അവിടെ 303 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലെബനനിൽ. അതുകൊണ്ട് തന്നെ ഒരു ചർച്ച എന്നുള്ള നിലയ്ക്കുള്ള ഒരു സ്വാഗതം US ആ പ്രശ്നമൊക്കെ ഒന്ന് തീർന്നു, ഒന്ന് സമാധാനമായിട്ടൊക്കെ വരികയായിരുന്നു. ഇപ്പം ട്രംപിന്റെ ഈ ഒരു പുതിയ പോസ്റ്റും അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനവും ഒക്കെ വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ട്രംപ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. സേതു, അത്തരം പുരോഗതികളൊക്കെ ഇന്ന് അറിയാമെന്നുള്ളതാണ് ഒരു നിർണായക ദിനമെന്ന് തന്നെ എന്ന് പറയണം. ഒന്നാമത്തേത് ഇസ്ലാമാബാദിലെ ചർച്ചകൾ, രണ്ടാമത്തേത് ഈ പറയുന്നത് പോലെ ലെബനനിൽ ഇപ്പോഴും വെടിനിർത്തലില്ല എന്നുള്ളൊരു നിലപാടിൽ ഇസ്രയേൽ തുടരുന്ന സാഹചര്യത്തിൽ, പക്ഷേ ലെബനനിൽ വെടിനിർത്താതെ മറ്റ് സമ്മർദ്ദങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇറാൻ നിലപാടെടുത്തിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നേരിട്ടുള്ള വേദിയിലേക്ക്, നേരിട്ടുള്ള ചർച്ചകളിലേക്ക് ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ പറയുന്നത് പോലെ ലെബനനിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വഹിക്കുമെന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു അമേരിക്ക തന്നെ ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഈ ഒരു പ്രശ്നം, പ്രധാന പ്രശ്നമായി വരുന്ന അല്ലെങ്കിൽ ഇറാൻ സമ്മർദ്ദം തുടരാനുള്ള കാരണമായി പറയുന്ന ലെബനനിലെ വിഷയം പരിഹരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ഇസ്ലാമാബാദിലെ ചർച്ചകൾ നീങ്ങും. അങ്ങനെ ഒരു വീണ്ടും ഒരു ഒഴിവുകഴിവ് അല്ലെങ്കിൽ വീണ്ടും ഒരു ധാരണയിൽ എത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇന്നുണ്ടാവണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പരസ്പരമുള്ള ഭീഷണികളും സമ്മർദ്ദങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് പോലെ രണ്ടാഴ്ചത്തെ വളരെ ദുർബലമെന്ന് വിശേഷിപ്പിക്കുന്ന പശ്ചിമേഷ്യയിലെ മുഴുവൻ ഒരു സാഹചര്യം പറയുകയായിരുന്നു അനുഭവം.